മിസ് വന്നില്ലേ? Good afternoon, all. Good afternoon. Okay. Prayer പറഞ്ഞോ കേട്ടോ. മിസ് പ്രയർ ഞാനാ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവി കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ
സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കും. പരീക്ഷണത്തിൻ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതയായി രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി താതാനാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിനുറവെ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. മിസ്സേ, ഞാനാണ് സൈനി. ചെറിയൊരു ലൈറ്റ് മ്യൂസിക് ആണ് പാടാൻ പോകുന്നത്. കാർമുകിൽ വർണ്ണാനിൻ കോടക്കുഴൽ വിളി കാറ്റിലൂടൊഴുകി എന്നരികിലെത്തി. കാർമുകിൽ വർണ്ണാനിൻ കോടക്കുഴൽ വിളി കാറ്റിലൂടൊഴുകി എന്നരികിലെത്തി. കാതിനു കുളിരോലും കോമളഗാനം ഞാൻ കാളിന്തി തീരത്തിരുന്നേറ്റു പാടി. കാതിനു കുളിരോലും കോമളഗാനം ഞാൻ കാളിന്തി തീരത്തിരുന്നേറ്റു പാടി. കാർമുകിൽ വർണ്ണാനിൻ കോടക്കുഴൽ വിളി കാറ്റിലൂടൊഴുകി എന്നരികിലെത്തി. കാതരമോഹങ്ങൾ നിറയുന്ന വഴിയിൽ കാദംബരിയായി ഞാൻ മാറിയിടാം. കാതരമോഹങ്ങൾ നിറയുന്ന വഴിയിൽ കാദംബരിയായി ഞാൻ മാറിയിടാം. രാഗവും താളവും ശ്രുതി ചേർത്തിന്നിതാ രാഗമാലിക വർണ്ണം ചൂടാം. ഈ നീലരാവിൽ ഞാൻ ചൂടാം. രാഗവും താളവും ശ്രുതി ചേർത്തിന്നിതാ രാഗമാലിക വർണ്ണം ചൂടാം. ഈ നീലരാവിൽ ഞാൻ ചൂടാം. കാർമുകിൽ വർണ്ണാനിൻ കോടക്കുഴൽ വിളി കാറ്റിലൂടൊഴുകി എന്നരികിലെത്തി. താങ്ക് യു. മിസ്സേ തോട്ട് പറയണേ. പറഞ്ഞോളൂ സൗമ്യ. Good afternoon, everyone. Today's thought. Success is the sum of small efforts repeated day in and day out. Robert Collier. This quote reminds us that success doesn't happen overnight. It is not just about one big achievement. It is about the small steps we take every single day, whether it is studying a little more, practicing a skill, helping others, or just trying to improve yourself. These small actions add up over time. So don't wait for a perfect day to start something. Begin with small efforts today, and they will lead you to big success tomorrow. Thank you all. Have a nice day. താങ്ക് യു. കുറെ നാളായില്ലേ കണ്ടിട്ട്. ലാസ്റ്റ് വീക്കിന് വരാന്ന് പറഞ്ഞു പോയതാ. പിന്നെ കണ്ടിട്ടില്ല. എന്ത് പറ്റി മിസ്സിനെ കാണാത്ത? വയ്യായിരുന്നോ? ഇല്ലടാ, ആതിര മിസ്സിന്റെ പോർഷൻസ് തീർക്കാണ്ടായിരുന്നില്ലേ എക്സാമിന്റെ. സോ അതുകൊണ്ട് ക്ലാസ് കൊടുത്തതാ.
ഓക്കെ, ആതിര മിസ്സിന്റെ ക്ലാസ്സിൽ ഞാൻ വന്നതാ. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ടെൻഷനൊക്കെ മാറിയോ? എക്സാമിനെ കുറിച്ചുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ പോയോ? സിമ്പിൾ ആയിരുന്നോ? ടഫായിരുന്നു എന്നാ? ടഫല്ല മിസ്സേ, ക്വസ്റ്റ്യൻ വരുന്നതിന് മുമ്പേ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഓൺലൈൻ ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്ന അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യം പേടി ഫിയറും കാര്യങ്ങളൊക്കെ എല്ലാവരും ടെസ്റ്റ് ചെയ്തോ? ഇപ്പൊ ഏകദേശം ഒരു ധാരണ കിട്ടിയ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്, എങ്ങനെയായിരിക്കും നമ്മുടെ എക്സാം എന്നുള്ളതേ. ഇപ്പൊ ആദ്യമായിട്ടായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു മിസ് എല്ലാവർക്കും. ഓക്കെ, ഇപ്പൊ കൂളായില്ലേ? ഓക്കെ അല്ലേ എല്ലാവരും എക്സാം? സ്പീഡ് കൂടുതലായോ എന്ന് സംശയം മിസ്സേ ആൻസർ ചെയ്തത്. സ്പീഡ് കൂടി പോയിന്നോ? അത് നിങ്ങൾക്ക് അടിതരണ്ട കേട്ടാ. അതൊക്കെ വായിച്ച് കൂളായിട്ട്, അത് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ട്, 1 hour അല്ലേ? അതിനുള്ള ടൈം ഉണ്ട്. നിങ്ങൾ കൂളായിട്ട് റീഡ് ചെയ്യാം, ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് തോന്നുന്നത് ക്ലിക്ക് ചെയ്യാം, ജസ്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ആക്കുക, മനസ്സിലാക്കുക, ആൻസർ കറക്റ്റ് കൊടുക്കുക. ഓക്കെ, എക്സാം കഴിഞ്ഞപ്പോഴാണ് ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ചു നോക്കിയപ്പോ അയ്യോ ഇതല്ലേ എന്നുള്ളത്. മിസ്സേ, ഞങ്ങളുടെ ഇന്ന് റിസൾട്ട് വന്നിട്ടില്ലല്ലോ. പേയ്മെന്റ് ഒന്നും പെൻഡിങ് ഇല്ല. പിന്നെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. നമ്മൾ ഫീസ് അടയ്ക്കുന്നതിനെ വിളിച്ചിട്ടേ ഫോൺ എടുക്കുന്നില്ല, മെസ്സേജും കാണുന്നില്ല. ഞങ്ങൾ ഫീസ് അടച്ചോണ്ടിരിക്കുന്നു. ജസീറ. ഓക്കെ, ഇപ്പൊ 2 ദിവസമായിട്ട് കോൺവെക്കേഷന്റെ തിരക്കായിരിക്കുള്ളൂ. ലാസ്റ്റ് ഡേ ഇന്നലെ ഓഫീസ് അവധിയായിരുന്നു, എല്ലാവർക്കും അറിയാലോ. പിന്നെ നാളെ കോൺവെക്കേഷനാണ്. സോ നമ്മുടെ വർക്ക് കുറെ പെൻഡിങ് ഉണ്ട്. കോൺവെക്കേഷൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം അവർക്ക് നല്ല ഡ്യൂട്ടീസ് ഒക്കെ, കാരണം സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അറേഞ്ച് ചെയ്യണം. ഒത്തിരി വർക്ക് അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ടീമിൽ ചെയ്യാനുള്ള ടൈമാണ് കോൺവെക്കേഷൻ. അതുകൊണ്ടാണ് അവിടെ വർക്ക് എടുക്കുന്നത്. കാരണം ഒരു കോൺവെക്കേഷൻ നടത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒത്തിരി സ്റ്റാഫിന്റെ എഫേർട്ടാണ്. ഒരു ടീച്ചർമാരെന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ ടൈമിൽ അവിടെ എത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് പുറമെ ഒരുപാട് സ്റ്റാഫിന്റെ നല്ല പ്രയത്നം കൊണ്ടാണ് അവർ നല്ല രീതിയിൽ കോൺവെക്കേഷൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് പേര് സ്പെല്ലിങ്ങും കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് അവരുടെ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ മാർക്സും കാര്യങ്ങളും വെച്ച് വെരിഫൈ ചെയ്യണം. കുറേ വലിയൊരു ഫോർമാലിറ്റീസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ആ സമയത്ത് ചിലപ്പോൾ കുറച്ച് ബിസി ആയിരിക്കും അവര്. ഓക്കെ മിസ്സേ, 2-3 ദിവസമായിട്ട് നമ്മൾ മെസ്സേജ് ഇട്ടിട്ട് കാണുന്ന പോലും ഇല്ല, വിളിച്ചിട്ടും എടുക്കുന്നില്ല. അതാ. ആണോ? വേറെ നമ്പർ ഒന്നും ഇല്ല നിങ്ങളുടെ? വേറെ നമ്പർ ഒന്നും ഇല്ല. സാറിനോട് ആരെങ്കിലും ഒന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ജിഷ മിസ്സിനോട് പറഞ്ഞോ? ജിഷ മിസ്സിനോട് പറഞ്ഞില്ല. കുഴപ്പമില്ല. ഇപ്പൊ എന്തായിരുന്നു ടൈം എന്താ പറയുന്നത്? റിസൾട്ട് വന്നിട്ടില്ലെന്നല്ലേ? ഞാൻ ഒന്ന് അബിനോട് ചോദിച്ചു നോക്കാം കേട്ടോ. ഓക്കെ മിസ്സേ, കുറച്ചുപേരുടെ വരാനുണ്ടായിരുന്നു. പിന്നെ ഡൗൺലോഡ് ചെയ്യുന്ന പറഞ്ഞെന്ന് പറഞ്ഞു, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ ഓക്കെ, ചിലപ്പോ അതിന്റെ ഫോർമാലിറ്റി കാരണം ക്രോസ് ചെക്കിംഗ് ആയിരിക്കും. ഒന്നുകൂടി നിങ്ങളുടെ ആൻസർ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്ന ടൈം ആയിരിക്കാം. ഫീസ് പെൻഡിങ് ഉണ്ടെങ്കിൽ വരത്തില്ലെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഫീസ് ഒന്നും പെൻഡിങ് ഇല്ല. നോക്കട്ടെ കേട്ടോ, 1 മിനിറ്റ്. ചിലപ്പോ അതായിരിക്കും കേട്ടോ, കോൺവെക്കേഷൻ ആയതുകൊണ്ടേ ഇവിടെ എല്ലാവരും ബിസി ആയിരിക്കുള്ളൂ, അതുകൊണ്ടാവാം. ലാസ്റ്റ് ഡേ വർക്കിംഗ് അല്ലായിരുന്നല്ലോ, അപ്പൊ അവർക്ക് കുറെ പെൻഡിങ് ആയിരിക്കും വർക്ക്. അതുകൊണ്ടായിരിക്കും. മേ ബി മൺഡേ അപ്ലോഡ് ചെയ്യായിരിക്കും. ഓക്കെ, മൺഡേ കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. കാരണം നാളെ ഫുൾ അവര് കോൺവെക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കാരണം MTD ആണ്. MTD 2 ബാച്ചിനോട് ഒരുമിച്ച കോൺവെക്കേഷൻ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാലോ, ഒരു ബാച്ചിന്റെ പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ഉണ്ടാവും. അപ്പൊ 2 ബാച്ച് എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം. അപ്പൊ അപ്ലോഡ് ചെയ്യൂട്ടോ. നാളെ കോൺവെക്കേഷൻ? നാളെ 10 and 11. ഓക്കെ, അപ്പൊ നിങ്ങള് നമ്മുടെ പാർട്ട് 1 and 2 ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനും ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി എന്ന് പറയുന്ന പാർട്ട് കഴിഞ്ഞു. ടീച്ചേഴ്സ് അടുത്ത പാർട്ട് ഇട്ടോ?
എടുത്തു മിസ്സേ. ഏതായിരുന്നു എടുത്തത്? പാർട്ട് 4 എടുത്തായിരുന്നു. ഓക്കെ പാർട്ട് 4 സ്കൂൾ മാനേജ്മെന്റ് എടുത്തായിരുന്നു. ഓക്കെ, അശ്വതി മിസ് ആയിരിക്കും അല്ലെ? പിന്നെ 6 എടുത്തു. സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം. സ്പെഷ്യൽ ഓഫ് ദ ക്ലാസ് റൂം. ഓക്കെ, ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് പാർട്ട് 3 ആണ്. ഞാൻ ഡീൽ ചെയ്യുന്ന പാർട്ട് 3ല് ഈ പേര് കേട്ടിട്ടുണ്ടാവും അല്ലെ? ഈ ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞ അന്ന് മുതൽ നിങ്ങൾ കേൾക്കുന്ന പേരാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി. ജസ്റ്റ് നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ആയിട്ട് വന്നു ആദ്യം അല്ലെ? മോണ്ടിസോറി കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും മെസ്സേജ് ആയിട്ട് വന്നപ്പോൾ മുതൽ നിങ്ങളുടെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്ത പേരാണ് മരിയ മോണ്ടിസോറി അല്ലെ? കുറെ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയില്ലേ? ആരാ മരിയ മോണ്ടിസോറി, ആരാ ഡോക്ടർ മരിയ മോണ്ടിസോറി, എന്താണ് ഈ മെത്തേഡ്, അല്ലെങ്കിൽ ഇത് എങ്ങനെയുള്ള എഡ്യൂക്കേഷൻ ആണ്? ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എത്ര പേര് സെർച്ച് ചെയ്ത് നോക്കി? സത്യം പറഞ്ഞോണ്ടാ, ആരും സെർച്ച് ചെയ്ത് നോക്കിയില്ല? എല്ലാവർക്കും അറിയായിരുന്നോ? ഞങ്ങൾക്ക് മിസ് അത് ഒരാളുടെ പേരാന്നുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. മോണ്ടിസോറി എന്നൊരു കോഴ്സ് എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്ന് നമ്മുടെ ജിഷ മാമിന്റെ ഫസ്റ്റ് ക്ലാസ് കേട്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഇതൊരാളുടെ ആളാണ് ഇത് ഫൗണ്ട് ചെയ്തതെന്നൊക്കെ അറിഞ്ഞത്. അതിന് മുന്നേ ഒന്നും അറിഞ്ഞിരുന്നില്ല. ജസ്റ്റ് ഒരു കോഴ്സ് എന്നുള്ള രീതി മാത്രമേ ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നുള്ളൂ. ഇതാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി. അപ്പോ ആരും സെർച്ച് ഒന്നും ചെയ്ത് നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല അല്ലെ? ഓക്കെ, നല്ല കുട്ടികൾ. സാധാരണ ഞാൻ ആ ബാച്ചിലേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ മരിയ മോണ്ടിസോറിനെ കുറിച്ച് സെർച്ച് ചെയ്തോന്ന് ചോദിക്കുമ്പോൾ ആ മിസ് ഞങ്ങൾ സെർച്ച് ചെയ്തു, ഞങ്ങൾ നോക്കിയിട്ടാണ് കോഴ്സിന് ജോയിൻ ചെയ്തത് എന്ന് പറയുന്ന കുട്ടികളാണ്. എനിക്ക് എന്തായാലും സെമിനാർ വരുന്നുണ്ട് മോണ്ടിസോറിയുടെ. അപ്പോ അല്ല മിസ്സേ, LKG UKG ടീച്ചറിന് കണ്ടപ്പോഴേ പിന്നെ ഒന്നും നോക്കിയില്ല. അങ്ങനെയാണ്, അല്ലാതെ മോണ്ടിസോറി മെത്തേഡ് ആണെന്നൊന്നും അറിഞ്ഞിട്ടല്ല വന്നത്. ഇനി നിങ്ങൾ ഇപ്പം മുതൽ ഈ ഒരു പാർട്ട് എടുക്കുമ്പോൾ മുതൽ നിങ്ങൾ ഈ മോണ്ടിസോറി മെത്തേഡിലേക്ക് കടക്കാണ്. ഇത്രയും നാള് നമ്മള് ചൈൽഡ് ഡെവലപ്മെന്റ്, സൈക്കോളജി, ദെൻ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്നൊക്കെ പറയുന്നത് കുട്ടീനെ കുറിച്ചായിരുന്നു പഠിച്ചിരുന്നത്. ഇനി നമ്മളുടെ മെത്തേഡിലേക്ക് വരാണ്ട് നമ്മള് ഈ ഒരു മെത്തേഡിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ മാക്സിമം എല്ലാവരും പ്രാക്ടിക്കൽ ക്ലാസ്സിനൊക്കെ വരാൻ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോ ഡോക്ടർ മരിയ മോണ്ടിസോറി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഫൗണ്ടർ ഓഫ് മോണ്ടിസോറി മെത്തേഡിന്റെ ഫൗണ്ടർ ആണ് ഡോക്ടർ മരിയ മോണ്ടിസോറി. ഇറ്റാലിയൻ ഫിസിഷ്യൻ ആണ് ആൻഡ് ആൻ എഡ്യൂക്കേറ്റർ ആണ്. എന്നുവെച്ചാല് മരിയ മോണ്ടിസോറി എന്ന് പറയുന്നത് ഒരു ഫിസിഷ്യൻ ആയിരുന്നു, പിന്നീടാണ് എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് വന്നത്. മോണ്ടിസോറിയുടെ കാലഘട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോണ്ടിസോറി ജീവിച്ചിരുന്ന കാലഘട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ടെസ്റ്റിൽ പറയുന്നുണ്ട് 1870 ടു 1952 കാലഘട്ടത്തിലാണ് മോണ്ടിസോറി ജീവിച്ചിരുന്നത്. 1870 ടു 1952 എന്ന് പറയുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നടന്ന 2 ഇൻസിഡൻസ് ഞാൻ പറയാം. വേൾഡ് വാർ 1 ആൻഡ് ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ. 1940 ടു 1980 ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്നെങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ 1939 ടു 45 കാലഘട്ടത്തിലാണ് നടക്കുന്നത്. നമുക്കറിയാം, വാറൊക്കെ നടക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണ്? അഫക്ട് ചെയ്യുന്നത്, മെയിൻലി അഫക്ട് ചെയ്യുന്നത് ആരെയാണ്? അവിടെ താമസിക്കുന്ന ആളുകളെ, വ്യക്തികളെ. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ ഗാസയിലൊക്കെ യുദ്ധമൊക്കെ നടന്ന സമയത്ത് ഇത്രയും കുട്ടികള് മരണം സംഭവിച്ചു എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ആ ഒരു വാറിന്റെ സൈഡ് എഫക്റ്റ് അനുഭവിക്കുന്നത് ഒന്നും അറിയാതെ ഭൂമിയിലേക്ക് ജനിച്ചു വീണ കുട്ടികളാണ്. അവർക്ക് എന്തെങ്കിലും അറിയോ ഈ വാർ എന്തിനു വേണ്ടിയിട്ടാണ്, യുദ്ധം എന്തിനു വേണ്ടിയിട്ടാണ്? എത്ര പേര് അതിന്റെ സൈഡ് എഫക്റ്റ് അനുഭവിക്കുന്നതെന്ന് അറിയാമോ? സ്ത്രീകളും കുട്ടികളുമാണ് വാറിന്റെ ഏറ്റവും കൂടുതൽ സൈഡ് എഫക്റ്റ് അനുഭവിക്കുന്നത് അല്ലെ? യുദ്ധത്തിൽ ഒരുപാട് പുരുഷന്മാരെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നഷ്ടപ്പെടുന്നത് കാരണം അവർക്ക് പിന്നെ ഒന്നും ചിന്തിക്കാനില്ല. ബാക്കിയുള്ള ജീവിതം കുട്ടികളും സ്ത്രീകളും മുന്നോട്ട് കൊണ്ടുപോകാൻ. സോ ആ ഒരു ടൈം പീരീഡിലായതുകൊണ്ട് തന്നെ മോണ്ടിസോറിക്ക് മനസ്സിലായി കുട്ടികളിൽ അല്ല മുതിർന്നവരിൽ മാറ്റം വരുത്താൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല.
ഒത്തിരി വലുതായി കഴിഞ്ഞാൽ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കില്ല. നമ്മൾ പറയില്ലേ വീട്ടിലൊക്കെ മുതിർന്നവരോട്, നിങ്ങൾ ചേഞ്ച് ആവില്ല, അല്ലെങ്കിൽ വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് അവരെ മാറ്റാൻ പറ്റില്ല, നമ്മളത് ഫോളോ നമ്മള് അവര് അഡൽട്സ് എന്ന് പറയുമ്പോൾ മുതിർന്നവര് ഓൾറെഡി ഡെവലപ്ഡ് ആണ്. പക്ഷേ കുട്ടികൾ അങ്ങനെയല്ല, അവരിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ചസ് വരുത്താൻ പറ്റും. അപ്പോൾ മോണ്ടിസോറി മനസ്സിലായി കുട്ടികളിൽ നിന്നാണ് മാറ്റം തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ കുട്ടികളിൽ നിന്നാണ് നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് മോണ്ടിസോറി ഐഡന്റിഫൈ ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് തുടങ്ങുന്നത്. ദെൻ എന്താ പറയാ, മോണ്ടിസോറി വിശ്വസിച്ചിരുന്ന കാര്യം ഒരു ന്യൂ ജനറേഷൻ ഓഫ് ഫുൾഫിൽഡ് ആൻഡ് വെൽ ബാലൻസ്ഡ് അഡൽട്സിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. നല്ല വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള അഡൽട്സിനെ ആക്കി മാറ്റുക നമ്മുടെ കുട്ടികളെ. നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികൾ മുതിർന്ന ഒരു വ്യക്തിയാകുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് പീരീഡ് ആ കുട്ടിക്കുണ്ട്, അല്ലെ, ഒരു ചൈൽഡ്ഹുഡ്. ആ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ കുട്ടികളിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റിയെങ്കിൽ നമുക്ക് അവരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ നമ്മള് ഈ ഒരു കാലഘട്ടത്തിൽ, മോണ്ടിസോറി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ടെക്നിക്കൽ പ്രോഗ്രസ്സും അങ്ങനെ ഒരുപാട് എക്കണോമിക് പ്രോഗ്രസ്സും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ അതൊന്നും ഒരു മനുഷ്യന്റെ നല്ലതിന് വേണ്ടിയിട്ടാണോ ഈ രാജ്യങ്ങൾ യൂസ് ചെയ്തത്? ആണോ? സോവിയറ്റ് യൂണിയൻ ആയാലും അമേരിക്ക ആയാലും ഈ എക്കണോമിക് പ്രോഗ്രസ്സും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഒക്കെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. അല്ലാലോ, അവർക്ക് ജയിക്കണം, അവർക്ക് ആ ഒരു എന്താ പറയാ, അവരുടേതായ ഒരു പ്ലഷറിനൊക്കെ വേണ്ടിയിട്ട് അവർ ചെയ്തിരുന്നതാണ് യുദ്ധങ്ങൾ. അപ്പോ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണ്? ഒരുപാട് പേര് സഫർ ചെയ്യാണ്. ആ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു വാറിന്റെയും സൈഡ് എഫക്റ്റ് ആയിട്ട് ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നു, ഒരുപാട് അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെട്ടു പോകുന്നു, അങ്ങനെ ഒരുപാട് പേര് സഫർ ചെയ്യാണ്. അപ്പൊ മോണ്ടിസോറി ചിന്തിച്ചു, ഇങ്ങനെ ലോകം പോയിട്ട് കാര്യമില്ല, നമ്മുടെ വേൾഡിന് വേണ്ടത് പീസ് ആൻഡ് ഹാർമണി മാത്രമാണ് ഭാവിയില് നമുക്ക് നല്ലതിന്, ഭാവിക്ക് നല്ലതിനെന്ന് മനസ്സിലാക്കി ഈ ഒരു മെത്തേഡിലേക്ക് വന്നു. ആദ്യം മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്തത് ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ആയിട്ടാണ്. ആ കാലഘട്ടത്തില് മെഡിക്കൽ ഫീൽഡ് ആരും തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ സ്ത്രീകള് മെഡിക്കൽ ഫീൽഡിലേക്ക് വരാത്തൊരു കാലഘട്ടമാണ് മരിയ മോണ്ടിസോറി ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് വരുന്നത്. അന്ന് ഒരുപാട് റിജക്ഷനും കാര്യങ്ങളും ആര് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡോക്ടർ മരിയ മോണ്ടിസോറി ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് സ്ത്രീകൾ അധികം ഇല്ല ഈ ഫീൽഡില്. മോണ്ടിസോറി പാസ് ഔട്ട് ആകുമ്പോൾ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആദ്യമായിട്ട് പാസ് ഔട്ട് ആവുന്ന വനിത ആയിരുന്നു മരിയ മോണ്ടിസോറി. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു അവിടെ ഫേസ് ചെയ്തിട്ടാണ് മോണ്ടിസോറി മെഡിക്കൽ പ്രാക്ടീഷണർ ആയിട്ട് എന്ത് ചെയ്തത്, എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആക്കിയത്. പിന്നെ അതിനുശേഷം മോണ്ടിസോറി കുറച്ച് മെന്റലി റീറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോ മരിയ മോണ്ടിസോറിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, കാരണം എന്താണ് ഒരു മെന്റൽ ബ്രേക്ക് ഡൗണിന്റെ കാരണം എന്ന് മോണ്ടിസോറി ഐഡന്റിഫൈ ചെയ്തു. ഏതാ മിസ് എടുക്കുന്നത്? ഞാൻ ലെഫ്റ്റ് ആയി പോയിട്ട് നോക്കാൻ പറ്റുന്നില്ലായിരുന്നു. കുഴപ്പമില്ല, ജസ്റ്റ് എല്ലാം ഒരുമിച്ച് ഒന്ന് പറയുന്നുള്ളൂ. ചാപ്റ്ററിലേക്ക് വന്നിട്ടില്ല, ചാപ്റ്റർ വൈസിലേക്ക് ആയിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ മെന്റലി ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. ആർക്ക്? ഡോക്ടർ മരിയ മോണ്ടിസോറിക്ക്. എന്നുവെച്ചാൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. ഇപ്പൊ മോണ്ടിസോറിക്ക് മനസ്സിലായി, കുട്ടികളെ ട്രെയിൻ ചെയ്തപ്പോൾ മനസ്സിലായി ഈ കുട്ടികൾക്ക് സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നിങ്ങൾക്കറിയാം സെൻസ് എന്തൊക്കെയാണ്, ഇയർ, ഐ, നോസ്, സ്കിൻ, സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവരുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഡൾനെസ് ഓഫ് സെൻസ് ആണെന്ന് മനസ്സിലായി. പിന്നെ മോണ്ടിസോറി ഫോക്കസ് ചെയ്തത് എന്ത് ട്രെയിൻ ചെയ്യാനായിട്ട് അവർ സെൻസറി ആക്ടിവിറ്റീസും കാര്യങ്ങളും ഡിസൈൻ ചെയ്തു. സെൻസറി ട്രെയിനിങ് ആണ് ഫോക്കസ് ചെയ്തത്. നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ സെൻസറി മെറ്റീരിയൽസ് പഠിക്കുന്നുണ്ട്. നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് നമ്മൾ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഫസ്റ്റ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, പിന്നെ സെൻസറി, അതേപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഏരിയ,
അങ്ങനെ നമ്മൾ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കും. അപ്പോ ഈ 5 ഏരിയയിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇത് സെൻസറി ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ആ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയാണ് മോണ്ടിസോറി ആദ്യം എന്ത് ചെയ്തത്, ഫൗണ്ട് ചെയ്തത്. അപ്പൊ ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഈ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാൻ തുടങ്ങി. ഏത് കുട്ടികളെ? മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാൻ തുടങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടെത്താനായിട്ട് മോണ്ടിസോറിക്ക് പറ്റി. ചില നല്ല രീതിയിൽ കുട്ടികളിലെ മാറ്റങ്ങൾ വരുന്നത് മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു. മോണ്ടിസോറിയുടെ ഒരു ക്യാരക്ടറാണ് ഒബ്സർവേഷൻ. കുട്ടികളെ എല്ലാവരെയും നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക എന്നത് മോണ്ടിസോറിയുടെ ഒരു പ്രത്യേക ക്യാരക്ടറാണ്, അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ മോണ്ടിസോറിയുടെ ഉള്ളിലുണ്ട്. സോ അങ്ങനെ ഒബ്സർവ് ചെയ്തപ്പോൾ ഈ കുട്ടികളുടെ മാറ്റം വരുത്തി. അപ്പോഴേ മോണ്ടിസോറിക്ക് തോന്നി, എന്തുകൊണ്ട് ഈ നോർമൽ കുട്ടികളിൽ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്തുകൂടാ? അവരിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരാൻ സാധിക്കുന്നത് ഈ ഒരു മെത്തേഡിന്? അങ്ങനെ തിങ്ക് ചെയ്തിരിക്കുന്ന സമയത്താണ് മോണ്ടിസോറിക്ക് ഒരു ബിൽഡിംഗ് സൊസൈറ്റി മോണ്ടിസോറിനെ അപ്രോച്ച് ചെയ്യുന്നത്. അവർ ബിൽഡിംഗ് ഒക്കെ പണിയുന്നതിന്റെ അടുത്തായിട്ട് ഒരു സ്ലംസ് ഏരിയ ഉണ്ട്. സ്ലംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രദേശം. അപ്പൊ ആ ഒരു ഏരിയയിലെ കുട്ടികൾ പകൽ സമയം ഒന്നും ചെയ്യാതെ നിൽക്കാം. മോണ്ടിസോറി ചെന്നു ഒബ്സർവ് ചെയ്തു, ശരിയാണ്, ആ ഏരിയയിലെ കുട്ടികൾ ഒന്നും ചെയ്യുന്നില്ല. കുട്ടികളൊന്നും ആ ഒരു സമയത്ത് ഒരു 3 to 6 ഇയേഴ്സിന്റെ ഗ്യാപ്പിലുള്ള എല്ലാ കുട്ടികളും ഉണ്ട്, അവരൊന്നും ചെയ്യുന്നില്ല. അപ്പൊ മോണ്ടിസോറിനോട് അവർ റിക്വസ്റ്റ് ചെയ്തു, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഡേ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് മോണ്ടിസോറിനോട് റിക്വസ്റ്റ് ചെയ്യാണ് ചെയ്തത്. മോണ്ടിസോറി പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഈ സ്ലംസ് ഏരിയ എന്ന് പറയുന്നത് സാൻ ലൊറൻസോ എന്നാണ് സ്ഥലത്തിന്റെ പേര്. അവിടെ മോണ്ടിസോറി ആദ്യമായിട്ട് ഈ സ്ലംസ് ഏരിയയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മോണ്ടിസോറി ഫസ്റ്റ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മളിന്ന് കാണുന്ന മോണ്ടിസോറി സ്കൂളിലേക്ക് ഏറ്റവും ഫസ്റ്റ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. ആ സ്കൂളിന് മോണ്ടിസോറി കൊടുത്ത പേര് കാസാ ദി ബാബിനി എന്നായിരുന്നു. 1907 മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്ത സ്കൂളിന്റെ പേരാണ് കാസാ ദി ബാബിനി. ചിൽഡ്രൻസ് ഹൗസ്. എന്താണ് മീനിങ്? ചിൽഡ്രൻസ് ഹൗസ്. അതിൽ മോണ്ടിസോറി ഫോക്കസ് ചെയ്ത മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോ എഡ്യൂക്കേഷൻ ആണ്. കുട്ടികൾ എങ്ങനെയാണ് സ്വയം പഠിക്കുന്നത്, സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ്, ഓട്ടോ എഡ്യൂക്കേഷൻ. കുട്ടികൾ സ്പോണ്ടേനിയസ് ആയിട്ടോ ഓരോ കാര്യങ്ങളും അവരെങ്ങനെയാണ് ലേൺ ചെയ്യുന്നത് എന്നതാണ് മോണ്ടിസോറി ഫോക്കസ് ചെയ്തത്. അപ്പോ അങ്ങനെയാണ് നമ്മളുടെ സ്റ്റാർട്ടിങ്, മോണ്ടിസോറി മെത്തേഡിന്റെ സ്റ്റാർട്ടിങ്. അത് പിന്നീട് വേൾഡ് വൈഡ് സ്പ്രെഡ് ആയി. ഈ ഒരു മെത്തേഡ് ലോകമെമ്പാടും അക്സെപ്റ്റബിൾ ആയി. ഇന്ന് നമ്മൾ ഈ ഒരു മെത്തേഡിനെ കുറിച്ച് സംസാരിക്കാനുള്ള മെയിൻ കാരണമാരാണ്? നമ്മുടെ ഡോക്ടർ മരിയ മോണ്ടിസോറി ആണ്. മരിയ മോണ്ടിസോറിയുടെ ലൈഫ് ഫുള്ളും സ്പെൻഡ് ചെയ്തത് അല്ലെങ്കിൽ ഡെഡിക്കേറ്റ് ചെയ്തത് ഈ ഒരു മെത്തേഡിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു മെത്തേഡ് കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം സഹിച്ച ഒരു വ്യക്തിയാണ് ആര്? ഡോക്ടർ മരിയ മോണ്ടിസോറി. നിങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മോണ്ടിസോറിനെ കുറിച്ചിട്ട് കൂടുതൽ അടുത്തറിയാനായിട്ട് പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് മരിയ മോണ്ടിസോറി എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, നമുക്കെന്നാ നോക്കാം ആരായിരുന്നു ഡോക്ടർ മരിയ മോണ്ടിസോറി എന്നൊക്കെ. പാർട്ട് 3 യൂണിറ്റ് 1 മരിയ മോണ്ടിസോറി. Dr. Maria Montessori, the founder of Montessori method of education, was an Italian physician and educator. 1870-1952. 1870-1952 കാലഘട്ടത്തില് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ മരിയ മോണ്ടിസോറി. ഡോക്ടർ മരിയ മോണ്ടിസോറി ആണ് നമ്മൾ ഈ കാണുന്ന മോണ്ടിസോറി മെത്തേഡിന്റെ ഫൗണ്ടർ. അദ്ദേഹം ഒരു ഇറ്റാലിയൻ ഫിസിഷ്യനും എഡ്യൂക്കേറ്ററുമാണ്. ഡോക്ടർ മോണ്ടിസോറി involved her educational philosophy as the result of her observation on how children naturally learn. അപ്പൊ മോണ്ടിസോറി ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഫിലോസഫി ഡെവലപ്പ് ചെയ്തത് എന്തിന്റെ ബേസിലാണ്? മോണ്ടിസോറിയുടെ കുറച്ച് ഒബ്സർവേഷന്റെ ബേസിലാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഒബ്സർവേഷൻസും നമ്മൾ നോക്കും. അതിൽ ഈ ഒബ്സർവേഷൻ എന്താണ് മെയിൻ ആയിട്ട് നോക്കുന്നത് വെച്ചാൽ ഹൗ ചിൽഡ്രൻസ് നാച്ചുറലി ലേൺ. എങ്ങനെയാണ് കുട്ടികൾ നാച്ചുറലി ഓരോ കാര്യങ്ങളും ലേൺ ചെയ്യുന്നത്? നമ്മള്
അവർ ഓട്ടോമാറ്റിക്കലി എങ്ങനെയാണ് ഓട്ടോ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് എന്നതാണ് മോണ്ടിസോറി ഫോക്കസ് ചെയ്യുന്നത്. ഇൻ സ്പിരിറ്റ് ഓഫ് എക്കണോമിക് പ്രോഗ്രസ്, ആ ഒരു കാലഘട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്കണോമിക് പ്രോഗ്രസും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഇൻ ദ വേൾഡിൽ എക്കണോമിക് പ്രോഗ്രസും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും കൂടുതലായിട്ട് വന്നൊരു കാലഘട്ടമാണ്. ഡോക്ടർ മോണ്ടിസോറി സോ ദാറ്റ് ഹ്യൂമൻ ഡിസ്പ്യൂട്ട് ആൻഡ് സഫറിംഗ് ഇൻസ്റ്റെഡ് ഓഫ് പീസ് ആൻഡ് ഹാർമണി. ശരിക്കും പറഞ്ഞാൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും എക്കണോമിക് പ്രോഗ്രസ് ഒക്കെ വരുമ്പോൾ പീസും ഹാർമണിയാണ് വേണ്ടത്, സമാധാനവും ഐക്യവുമാണ് വരേണ്ടത്. പക്ഷേ സമാധാനവും ഐക്യവും വരാതെ അവിടെ നടന്നെന്തായിരുന്നു? സഫറിങ്സും ഡിസ്പ്യൂട്ടുകള്, തർക്കങ്ങള്, വാറുകളൊക്കെയാണ് മോണ്ടിസോറി കാണാനിടയായത്. കണ്ടിന്യൂലി പ്ലെഗ് ദ മോഡേൺ വേൾഡ്. ഇത് മോഡേൺ വേൾഡിനെ എന്ത് ചെയ്തു? എന്നുവെച്ചാൽ പിടിപെട്ടു. ഡിസ്പ്യൂട്ടും സഫറിങ്സും കാര്യങ്ങളും അതിന് ബാഡ് ആയിട്ട് തന്നെ അഫക്ട് ചെയ്തു. ഷീ ബിലീവ്ഡ് ദാറ്റ് ദ ടു വേൾഡ് വാർ, ഞാൻ പറഞ്ഞു മോണ്ടിസോറി ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഈ രണ്ട് മെയിൻ വേൾഡ് വാറും ഒക്കർ ചെയ്യുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തത് കുട്ടികളും സ്ത്രീകളുമാണ്. ഈ സഫറിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മോണ്ടിസോറിക്ക് മനസ്സിലായി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ ഒരുപാട് പ്രോബ്ലംസ് എക്സിസ്റ്റ് ആണ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇതിനൊക്കെ കാരണം എന്ന് മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു. ഷീ ബിലീവ്ഡ് ദാറ്റ് ദ ടു വേൾഡ് വാർ which she had lived through. മോണ്ടിസോറി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കണ്ട രണ്ട് വേൾഡ് വാറും ആൻഡ് എക്സിസ്റ്റിംഗ് സോഷ്യൽ പ്രോബ്ലംസ്, ഒരുപാട് സോഷ്യൽ പ്രോബ്ലംസ് മോണ്ടിസോറി കണ്ടിരുന്നു. ലൈക്ക് ക്രൂവൽറ്റി, ഒബ്സഷൻ, പോവർട്ടി had their roots is in lack of self-fulfillment of man. എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാനുണ്ടായ കാരണം? ഓരോ വ്യക്തിയിലും സെൽഫ് ഫുൾഫിൽമെന്റ് എത്താത്തതിന് കാരണമാണ് അവരിൽ ഈ ഒരു ഡെവലപ്മെന്റ് കാര്യങ്ങളൊന്നും നടക്കാത്തത്, അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് ഹാർമണിയിലേക്ക് വരാത്തത്. എവിടെയെങ്കിലും ഞാൻ സെൽഫ് ഫുൾഫിൽമെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? എവിടെ വന്നത്? മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് തിയറീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് സെൽഫ് ഫുൾഫിൽമെന്റ് ഓഫ് മാൻ. നമ്മൾ ആരാകണം നമ്മള് എന്ത് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു, ആ ഒരു ആഗ്രഹത്തിലേക്ക് നമ്മൾ എത്തിച്ചെല്ലുന്നില്ല. അതാണ് അന്ന് മനുഷ്യർ ഫേസ് ചെയ്ത പ്രശ്നം. അപ്പൊ എന്ത് ചെയ്യും? നല്ല വലിയ ലീഡേഴ്സ് ആണ്, നല്ല പട്ടാളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് സെൽഫ് ഫുൾഫിൽമെന്റ് എത്തുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവരപ്പൊ തന്നെ ബാറിലേക്കൊക്കെയാണ് അവര് ഇറങ്ങുന്നത്. സോ അവരുടെ സെൽഫ് ഫുൾഫിൽമെന്റ് അങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളൊരു എന്താ പറയാ ബാഡ് ആയിട്ടുള്ള തിങ്കിങ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ അപ്പോൾ മോണ്ടിസോറി ഒബ്സർവ് ചെയ്തപ്പോൾ അത് കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത് ആരെയാണ്? കുട്ടികളെയും സ്ത്രീകളെയുമാണ്. ത്രൂ എഡ്യൂക്കേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഷീ റെക്കമെൻഡഡ് ദാറ്റ് എ ന്യൂ ജനറേഷൻ ഓഫ് ഫുൾഫിൽഡ് ആൻഡ് വെൽ ബാലൻസ്ഡ് അഡൽട്ട് would rise to lead the world towards peace. നമ്മൾ ഈ യങ് ആയിട്ടുള്ളവരെ, അഡൽട്സിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനേക്കാൾ റെക്കമെൻഡ് ചെയ്തത് ഒരു എന്താ പറയാ നമ്മളുടെ ചെറിയ കുട്ടികളെ, ചില അഡൽട്സിന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ നമ്മൾ പറയില്ലേ ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണ്. അവരിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. പക്ഷെ നമുക്ക് നമ്മളുടെ കുട്ടികളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു നല്ലൊരു വേൾഡ് അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു എന്താ പറയാ പീസും ഹാർമണിയും ഉള്ള ഒരു വേൾഡ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. എഡ്യൂക്കേറ്റിംഗ് യങ് ഷീ റെക്കമെൻഡഡ് ദാറ്റ് കുഞ്ഞുങ്ങളിൽ എഡ്യൂക്കേഷനും കാര്യങ്ങളിലൂടെ ന്യൂ ജനറേഷൻ ഓഫ് ഫുൾഫിൽഡ് ആൻഡ് വെൽ ബാലൻസ്ഡ് അഡൾട്ട്, നല്ല ഫുൾഫിൽഡ് ആയിട്ടുള്ള വെൽ ബാലൻസ്ഡ് അഡൾട്ടിനെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുമെന്ന് മോണ്ടിസോറി ബിലീവ് ചെയ്തിരുന്നു. ആ ഒരു ബിലീവിന്റെ ഭാഗമായിട്ടാണ് മോണ്ടിസോറി ഈ ഒരു മെത്തേഡ്, ആ ഒരു ഐഡിയയും കൂടി ഈ ഒരു മെത്തേഡിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളുടെ യങ് ജനറേഷനിലാണ് മാറ്റം വരുത്തേണ്ടത് മോണ്ടിസോറി ഐഡന്റിഫൈ ചെയ്തു. അതില് മോണ്ടിസോറി സെലക്ട് ചെയ്ത ടൈം പീരീഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോണ്ടിസോറി ആ ഒരു ഏജ് നിങ്ങൾക്ക് അറിയാലോ, ഏതാണ് ഏജ്? 3 to 6. 2 to 6. നമുക്ക് 3 to 6 എന്ന് പറയാം. ഓക്കെ, 3 to 6 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ്. ബ്രെയിൻ ഡെവലപ്മെന്റ് 90% ഒക്ടോർ ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആണ്. കുട്ടികളെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, എന്താ പറയാ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ടൈം പീരീഡ് ആണ് 3 to 6 എന്ന് പറയുന്നത്. While she was working as a medical practitioner, മോണ്ടിസോറി
മെഡിക്കൽ പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടത്തില് ഷീ ഹാഡ് ടു ആദ്യം തന്നെ മോണ്ടിസോറിക്ക് ആ ഒരു ടൈമില് പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്ത ബിഗിനിങ്ങിൽ തന്നെ കുറച്ച് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത്. ഷീ ഹാഡ് ടു മാനേജ് സം ഫെഡബിൾ മൈൻഡഡ് ചിൽഡ്രൻസ്, മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു, ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്നത്. ആ ചാപ്റ്ററിൽ നമ്മള് മെന്റലി റിട്ടൈൻ ചിൽഡ്രൻസിനെ കുറിച്ച് പറഞ്ഞു ഇല്ലേ? അപ്പോ ഈ എന്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്. നമ്മുടെ ഈ ഒരു മെത്തേഡ് അവന് ഒത്തിരി മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിച്ചു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു മെത്തേഡിനോട് വളരെ ഇഷ്ടമാണ്. നമ്മൾ പഠിക്കുന്നതായതുകൊണ്ട് തന്നെ എനിക്ക് മോണ്ടിസോറി മെത്തേഡ് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അവന്റെ ആ ഒരു റിയൽ എന്താ പറയാ ഇൻസിഡന്റ് നമ്മുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഈ ഒരു മെത്തേഡിനോട് ഒരു പ്രത്യേക ഇഷ്ടം കൂടുതൽ തോന്നി. കാരണം അത്രയും നാള് എന്താ പറയാ അടച്ചിട്ട ഒരു റൂമിൽ ജീവിച്ചിരുന്ന ഒരു കുട്ടിയാണെന്നോ ഒരു കാരണവശാലും അവനെ കുറിച്ച് പറയില്ല. അത്രയും മാറ്റം നമ്മുടെ ഈ ഒരു മെത്തേഡിന് വരുത്താൻ പറ്റിയെങ്കിൽ മെത്തേഡ് എന്താ പറയാ ഒരു കുട്ടിയുടെ ലൈഫിലെങ്കിലും വരുത്താൻ പറ്റിയത് ഞാൻ കണ്ടു. റിയലി നമുക്കറിയാം നോർമൽ ആയിട്ടുള്ള കുട്ടികൾ വരുന്ന മാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളിൽ ഈ ഒരു മാറ്റം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഇതിനോട് പ്രത്യേകമായ ഒരു ഇഷ്ടം തോന്നി. അപ്പോ ആ സമയത്ത് മോണ്ടിസോറി മെഡിക്കൽ പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. ഷീ ഹാഡ് ടു മാനേജ് സം ഫെഡബിൾ മൈൻഡഡ് ചിൽഡ്രൻ. She found that mental breakdown is caused by dullness of sense. എന്തുകൊണ്ടാണ് അവർക്ക് ഈ മെന്റൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത് എന്ന് നോക്കിയപ്പോൾ ഡൾനെസ് ഓഫ് സെൻസ്, അവർക്ക് സെൻസിന്റെ അഭാവമാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സോ മോണ്ടിസോറി എന്ത് ചെയ്തു, ഒരുപാട് സെൻസറി മെറ്റീരിയൽസും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തു. ഹെൻസ് ബൈ ട്രെയിനിങ് ദെയർ സെൻസ് they could be helped to learn better. മോണ്ടിസോറി തോന്നി അവർ സെൻസ് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. സെൻസറി മെറ്റീരിയൽസ് ആണ് ആദ്യമായിട്ട് മോണ്ടിസോറി പ്രിപ്പയർ ചെയ്തത്. ലേറ്റർ ഷി ഡിസൈൻ ദ മെത്തേഡ് ഫോർ സെൻസറി ട്രെയിനിങ് ഫോർ നോർമൽ ചിൽഡ്രൻ ടു. ഓക്കെ, അതിനുശേഷമാണ് ഈ സെൻസറി ട്രെയിനിങ് നോർമൽ കുട്ടികളിൽ. അപ്പൊ ഈ ഫെഡബിൾ മൈൻഡഡ് ആയിട്ടുള്ള കുട്ടികളിൽ ഒത്തിരി മാറ്റം വരുന്നത് മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു. അപ്പോ ആ കുട്ടികളിൽ വന്ന മാറ്റം ഇങ്ങനെയായിരിക്കും നോർമൽ കുട്ടികളിൽ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്താൽ അവരിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരും എന്നൊരു തിങ്കിങ്ങിൽ നിന്നാണ് നമ്മൾ നോർമൽ കുട്ടികളിൽ ഈ ഒരു മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തത്. ഹെൽപ്സ് സെൻസറി ട്രെയിനിങ്, ഈ നമ്മൾ പറയുന്ന മോട്ടോർ ആൻഡ് സെൻസറി ട്രെയിനിങ് ഫോർ മെന്റലി റിട്ടൈൻ ചിൽഡ്രൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. സ്പെഷ്യൽ ചിൽഡ്രൻസിലാണ് ഈ ഒരു മെത്തേഡ് ആദ്യം അപ്ലൈ ചെയ്തത്. അവരിൽ എന്താണ് ഈ ഒരു മാറ്റം കണ്ടപ്പോൾ മോണ്ടിസോറി നോർമൽ കുട്ടികളിൽ ഈ ഒരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തത്. Thus she got into the field of education. അങ്ങനെയാണ് മോണ്ടിസോറി എഡ്യൂക്കേഷന്റെ ഫീൽഡിലേക്ക് വരുന്നത്. ഫിസിഷ്യൻ ആയിരുന്നു, പിന്നീടാണ് മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരുന്നു, പിന്നീടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. And become renowned educationalist by organizing the special method known after her name. അപ്പോ മോണ്ടിസോറിയുടേതായ ഒരു സ്പെഷ്യൽ മെത്തേഡ് ഡെവലപ്പ് ചെയ്തതിലൂടെ മോണ്ടിസോറി ഇന്ന് വേൾഡ് ഫേമസ് ആണ് അല്ലെ. മോണ്ടിസോറി മെത്തേഡ് വേൾഡ് ഫേമസ് ആണ്. നമ്മളുടെ മോണ്ടിസോറി മെത്തേഡ് നിങ്ങളിലൂടെയും കൂടുതൽ ആൾക്കാർ അറിയുന്നുണ്ട് അല്ലെ. അപ്പൊ ചോദിക്കും, നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരെ എങ്ങനെയാ ഈ ടോയ്സ് ഒക്കെ വെച്ച് പഠിപ്പിക്കാം, അവര് നല്ല രീതിയിൽ പഠിപ്പിക്കണ്ടേ എന്ന് ചോദിക്കാറുണ്ട്. തമാശ രീതിയിൽ, അറിയാത്തവരായിരിക്കാം, അല്ലെങ്കിൽ തമാശയ്ക്ക് കളിയാക്കുന്ന രീതിയിൽ ചോദിക്കും. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ, അവരിപ്പോ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയാണ്, ആൽഫബറ്റ്സ് A4 എന്താ പറയാ ആപ്പിളിന് പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് കാണിച്ചു കൊടുത്ത് ട്രേസ് ചെയ്യാനായിട്ട് അവർ എഴുതാൻ ആദ്യം പഠിപ്പിച്ചിട്ട് ട്രേസ് ചെയ്യാൻ പഠിപ്പിച്ച് അതിന്റെ സൗണ്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ഫോണറ്റിക് സൗണ്ട്സ്. ആ സൗണ്ട് വെച്ച് അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും അല്ലെ. ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, കീ ഫാക്ടർ ഈസ് മൂവ്മെന്റ്. മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൂവ്മെന്റ്സ് ആണ്. നിങ്ങൾ മോണ്ടിസോറി ക്ലാസ് റൂം കണ്ടിട്ടുണ്ടോ? ഇല്ല മിസ്സേ, കണ്ടിട്ടില്ല.
ജസ്റ്റ് നമുക്ക് പോയി കാണാൻ ആ ഒരു സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഞാൻ മോണ്ടിസോറി ക്ലാസ് റൂം കാണിച്ചു തരാം. ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം ഉണ്ടായിരുന്നു, നോക്കിയിട്ട് കാണുന്നില്ല. അതെ, എപ്പോഴും ക്ലാസ് പറഞ്ഞു കൊടുക്കും വേറെ ക്ലാസ് റൂമാണ് സെലക്ട് ചെയ്യാറ്. മോണ്ടിസോറി ക്ലാസ് റൂമാ കുട്ടികൾ അവരവരുടെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ? ആരും ഒന്നും ചെയ്യാതിരിക്കുന്നൊന്നുമില്ലല്ലോ, എല്ലാവരും എൻഗേജ്ഡ് ആണ് അല്ലെ? എല്ലാ കുട്ടികളും സെയിം ടോപ്പിക് ആണോ ഹാൻഡിൽ ചെയ്യുന്നത്? അല്ല, കാര്യം ഡിഫറൻസ് ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. മെറ്റീരിയൽസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റൂലേ? ക്രൗഡ് സ്റ്റെയർ കാണാം, നോബൽ സിലിണ്ടേഴ്സ് കാണാം, നമ്പർ റോഡ് കാണാം. മെറ്റീരിയൽസ് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഓരോ മെറ്റീരിയൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. We cannot see the chair or table like ordinary classroom. Ordinary classroom പോലെ ടേബിൾ ഡെസ്ക് ഒക്കെ കാണുന്നുണ്ടോ? ഇല്ല മിസ്സായി. ഓരോ കുട്ടിക്കും അവന്റേതായ ഫ്രീഡം ഇല്ലേ ക്ലാസ്സില് വെച്ച് വർക്ക് ചെയ്യാനായിട്ട്? To move in and out the class, garden, verandas ഒക്കെ മൂവ് ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്, വർക്ക് ചെയ്യാനുള്ള ഫ്രീഡം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു ജെന്റിൽ ആയിട്ടുള്ള സൂപ്പർവിഷൻ ആണ് ഈ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ല, എല്ലാ കാര്യത്തിലും ടീച്ചേഴ്സിന്റെ ഇന്റർഫിയറൻസ് കുറവാണ്. ജെന്റിൽ സൂപ്പർവിഷൻ ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിലൂടെയൊക്കെ ഈ ഒരു മെത്തേഡ് കുറച്ചും കൂടി ഫേമസ് ആകുകയാണ് ചെയ്തത്. നോക്കാം കേട്ടോ. My society had often inclined to focus on adult. മുതിർന്നവരിലല്ലേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? കുട്ടിനേക്കാൾ കൂടുതൽ മുതിർന്നവരിലല്ലേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? മുതിർന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, നീ മുതിർന്ന കുട്ടിയാണ്, ഇതേപോലെ പെരുമാറരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഡൾട്ടിനെ ഫോക്കസ് ചെയ്യും അല്ലെ? ഓക്കെ, മോണ്ടിസോറി ബിലീവ് ചെയ്തൊരു കാര്യമാണ്, ഈ അഡൾട്ട് ആകുന്നതിന് മുമ്പ് ഈ കുട്ടി ഒരുപാട് ഇയേഴ്സ് കടന്നു പോകുന്നുണ്ട്. ആ ഒരു ടൈം പീരീഡിൽ കുട്ടിയിൽ വേണ്ട നല്ല ഗുഡ് ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള അഡൾട്ടിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് മരിയ മോണ്ടിസോറി ഉറച്ചു വിശ്വസിച്ചു. While society had often inclined to focus on adult, Montessori believed that as the adult came into being from the child through the years of hard work, ഈ കുട്ടി ഈ കടന്നു പോകുന്ന ആ ഒരു ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു ടൈം പീരീഡിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ ആ ടൈം പീരീഡിലാണ് നമ്മളുടെ കയ്യിലേക്ക് നമ്മുടെ കുട്ടികളെ കിട്ടുന്നല്ലേ. അവരിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പേഷ്യൻസ്, കെയർ, സ്റ്റഡി, പ്രാക്ടീസ്, centered on protection of child rights, welfare would be key progress in the society. അപ്പൊ നമ്മളുടെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തി എടുക്കുകയാണെങ്കിൽ അവരിൽ നല്ല പേഷ്യൻസും കെയറും ചൈൽഡിനെ അവരുടെ എന്താ പറയുക, നമുക്കറിയാം നമ്മുടെ സൊസൈറ്റി അത്ര സേഫ് ഒന്നുമല്ല. ആ ബാഡ് ആയിട്ടുള്ള ഈവിൾസിൽ നിന്നൊക്കെ അവരെ പ്രൊട്ടക്ട് ചെയ്ത് ചൈൽഡിന് വേണ്ട വെൽഫെയർ കാര്യങ്ങളൊക്കെ കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്ത് അവരെ വളർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വെൽ ബാലൻസ്ഡ് അഡൾട്ടിന് നമുക്ക് കിട്ടും. Montessori observed that Snelly was not good enough unless the parents and teachers had the right assumptions about the children. അതേപോലെ തന്നെ നിങ്ങൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തത് ഓർമ്മയുണ്ടോ? ആരെടുത്തത്? ആറ്റംസം. ഓക്കെ ഓക്കെ, ഇൻഡിവിജ്വൽ ഡിഫറൻസിന് മിസ് മെയിൻ ആയിട്ട് എന്തൊക്കെയാ പറഞ്ഞത്? ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്. അതിനനുസരിച്ച് ഓരോ കുട്ടികളുടെ അടുത്തും പെരുമാറണം. അതായത് ഓരോരുത്തരുടെ സ്വഭാവം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മള് ഇപ്പൊ അവരെ കണ്ട് പഠിക്കുക അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. അവരിൽ തന്നെ ഒരു വ്യത്യാസം നമ്മൾ കാണിക്കാൻ പാടില്ല. അത് പലതരത്തിലുള്ള കുട്ടികളുണ്ടായിരിക്കും. ചില കുട്ടികൾക്ക് ഇപ്പോ ബുദ്ധിപ്രകാരം നല്ല അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. പക്ഷെ നമ്മളത് എല്ലാവരും ഡിഫറെന്റ് ആണെന്നുള്ളത് നമ്മൾ കരുതിയിട്ട് വേണം നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കണമെങ്കിൽ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്. എല്ലാരും ഇൻഡിവിജ്വൽ മെന്റാലിറ്റി ഡിഫറെന്റ് ആണ് അല്ലേ?
എല്ലാവരും ഇപ്പൊ ഞാൻ ഡിഫറെന്റ് ആണ്, ജിൻസി ഡിഫറെന്റ് ആണ്, മോൾ ഡിഫറെന്റ് ആണ്, ഷാനി ഡിഫറെന്റ് ആണ്, എല്ലാവരും ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ക്വാളിറ്റീസ് ആണ് എല്ലാവർക്കും ഉള്ളത്. അക്സെപ്റ്റ് ഇറ്റ്, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യും. കാരണം നമുക്ക് നമ്മുടെ കുട്ടീനെ കുറിച്ച് റൈറ്റ് അസംഷനും കാര്യങ്ങളും വേണം. നമ്മുടെ കുട്ടീനെ കുറിച്ചിട്ട് റൈറ്റ് ആയിട്ടുള്ള അസംഷനും കാര്യങ്ങളും, ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. അവര് വളർന്നു വന്നോട്ടെ, അവരുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ അവരെ കുറിച്ച് ഓവറായിട്ട് എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. ഒരു മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ അതൊരു നോർമൽ ആയിട്ടുള്ള തിങ്ങാണ് അല്ലെ. മാർക്ക് ഫസ്റ്റ് വരുന്നത് നോർമലാണ്, അത് ഓക്കെയാണ്. ചില പാരന്റ്സ് എന്ന് വെച്ചാൽ ഭയങ്കര കമ്പാരിസൺ ആയിരിക്കും. കമ്പയർ ചെയ്യും, കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്യും. ചിലപ്പോ നൈബർഹുഡിലുള്ള കുട്ടികളെ തമ്മിൽ, അല്ലെങ്കിൽ മൂത്ത ആളെ ഇളയ ആള് വെച്ച് കമ്പയർ ചെയ്യും. കമ്പാരിസൺ നമുക്ക് അവോയ്ഡ് ചെയ്യാം അല്ലേ. നമ്മളിവിടെ കോമ്പറ്റീഷനും കമ്പാരിസണും ഒന്നും അലോ ചെയ്യുന്നില്ല കേട്ടോ. മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ കുട്ടികൾക്ക് ഈ ഒരു കോമ്പറ്റീഷനോ കമ്പാരിസണോ ഒന്നും അലോ ചെയ്യുന്നില്ല. സോ നമുക്ക് നമ്മുടെ കുട്ടീനെ കുറിച്ച് റൈറ്റ് ആയിട്ടുള്ള ഒരു അസംഷനും കാര്യങ്ങളും വേണം. The adult must realize that he must take second place, which of all the aim of mothers and teachers. Teachers എന്ന് നമ്മൾ ഇനി പറയില്ല, നിങ്ങൾ ആരും ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറയില്ല, ഞാൻ ശ്രമിക്കും. നമ്മളിവിടെ എല്ലാവരും ഫെസിലിറ്റേഴ്സ് ആണ്. നിങ്ങളും അതെ ഞങ്ങളുടെ ഫെസിലിറ്റേഴ്സ് ആണ്, മോണ്ടിസോറി ഫെസിലിറ്റേഴ്സ് ആയിട്ട് ആരാണ്. സോ എന്താ പറയാ, അഡൾട്ടിന് സെക്കൻഡ് പ്ലേസ് ആണ് ഒരു കുട്ടിയുടെ ലൈഫിൽ. സെക്കൻഡ് പ്ലേസ് ആണ് അഡൾട്ടിനുള്ളത്. ഫസ്റ്റ് ആർക്ക് തന്നെയാ, അവന് തന്നെയാ. അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യട്ടെ. അവന് നമ്മൾ എപ്പോഴും കാണാം അഡൾട്ടിന്റെ സ്ട്രോങ് പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് കുട്ടികളിൽ കാണാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളോട് സംസാരിക്കുമ്പോൾ, നമ്മൾ അവരുടെ പാരന്റിനോട് സംസാരിക്കുമ്പോൾ അവൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അതേപോലെ തന്നെയായിരിക്കും ആ കുട്ടികൾ റെസ്പോണ്ട് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ട്? അപ്പോ അതില് ചില അഡൾട്ടിന്റെ നല്ല രീതിയിലുള്ള എന്താണ് ഇൻഫ്ലുവൻസ് ഇതിലുണ്ട്, ആ കുട്ടിക്കുണ്ട്. അപ്പൊ ആ സ്ട്രോങ് പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് ആ കുട്ടിയിൽ ഉണ്ട്. അതുകൊണ്ടാണ് അവന് അവരുടെ സ്വന്തം പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റാതെ വരുന്നത്. ഓക്കെ, ഇഫ് ദ ചൈൽഡ് പേഴ്സണാലിറ്റി ഈസ് ടു ബി ഹെൽപ്ഡ് ടു ഡെവലപ്പ് ആസ് ദ ചൈൽഡ് ഈസ് വീക്കർ, ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാത്തത് വരെ ആ കുട്ടി വളരെ വീക്ക് ആയിരിക്കും. അത് അഡൾട്ട് വിത്ത് ഹിസ് സ്ട്രോങ് പേഴ്സണാലിറ്റി മസ്റ്റ് ഹോൾഡ് ഹിംസെൽഫ് ഇൻ ചെക്ക് ആൻഡ് ടേക്കിംഗ് ഹിസ് ലീഡ് ഫ്രം ദ ചൈൽഡ്. Feel proud if he can understand and follow him. അപ്പോ എപ്പോഴും നമ്മൾ പറയുന്നത് നമ്മൾ അവരെ ഗൈഡ് ചെയ്യും, അവരുടെ ഇഷ്ടമൊന്നും സാധിച്ചു കൊടുക്കാതിരിക്കാൻ നോക്കും. പാരന്റ്സ് എല്ലാവരും അങ്ങനെ എന്തെങ്കിലും, അങ്ങനെയുള്ള പാരന്റ്സിനെ നേരിട്ട് അറിയാട്ടോ. അവരുടെ ഇഷ്ടം ഒരു പാരന്റ് കുട്ടിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യത്തെ ചേർത്തു. അവസാനം ഒരു ആക്ടിവിറ്റി, സ്പോർട്സ് അല്ല ഡാൻസ് ആണ് വിചാരിച്ചു, ക്ലാസിക്കലാണ്. പക്ഷെ ആള് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് നാൾ ട്രൈ ചെയ്തു, പോവാൻ ശ്രമിച്ചു. പക്ഷെ ലാസ്റ്റ് അതൊരു ബ്രേക്ക് അപ്പിലേക്ക് വന്നു. എന്നിട്ട് ഒക്കെ അതൊട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അവളത് നിർത്തി. വീണ്ടും അഡൾട്ടിന്റെ ക്യാരക്ടർ മാറി. അഡൾട്ട് എന്ത് ചെയ്തു, അമ്മ എന്ത് ചെയ്തു, അമ്മ പറഞ്ഞു കരാട്ടയ്ക്ക് പോവാന്ന് പറഞ്ഞു. കരാട്ടയ്ക്ക് കൊണ്ടുപോയി ജോയിൻ ചെയ്തു. അതും അവള് പാതി വഴിയിലേക്ക് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. കാരണം അഡൾട്ട് ഇനി നോൺ ലോങ് ഡെവലപ്പ് ചെയ്യാനായിട്ടൊന്നുമില്ല. നമ്മൾ എന്റെ മോളുണ്ടല്ലോ, നമുക്ക് ഇപ്പൊ അവരുടെ കരിക്കുലത്തില് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിക്ക് ഒരു സ്ഥാനമുണ്ട്. അപ്പൊ പിന്നെ 1ാം ക്ലാസ്സിലായിരുന്നപ്പം അവർക്ക് തീർച്ചയായിട്ടും ചേർന്നിരിക്കണം. അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടം കരാട്ടെ, പെൺകുട്ടിയാണ്, പക്ഷേ കരാട്ടെ ഒക്കെ പഠിച്ചിരിക്കുവാണെങ്കിൽ ഉപകാരപ്പെടുമല്ലോ ഫ്യൂച്ചറിലാണെങ്കിലും. അപ്പൊ കരാട്ടയ്ക്ക് ചേർത്തു. അവൾക്ക് ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പിന്നെ അതിനോട് താല്പര്യമേ ഇല്ല. ഡ്രോയിങ്ങിനോടായിരുന്നു കുട്ടിക്ക് താല്പര്യം. പിന്നെ ക്ലാസ് പോകുന്ന ഇഷ്ടമല്ല. അങ്ങനെ ആയപ്പോ പിന്നെ ഡ്രോയിങ്ങിലേക്ക് തന്നെ, അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രോയിങ്ങിലേക്ക് തന്നെ മാറ്റേണ്ട വന്നു. ഓക്കെ, അതാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടിയുടെ ഇഷ്ടത്തിന് വരട്ടെ. നമ്മൾ കുട്ടികളെ അവരുടേതായ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ അനുഭവം ചെയ്യുക. അവരുടേതായ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തിട്ട് കുട്ടി അവന്റേതായ രീതിയിൽ ഡെവലപ്പ് ആകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അല്ലെങ്കിൽ അവര് എവിടെയെങ്കിലും വെച്ച്, ഞാൻ ഈ പറഞ്ഞ കുട്ടിയുടെ കാര്യത്തിൽ വെച്ചാല് അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് മുന്നോട്ടുള്ള ഒരു ഫാമിലിയാണ്. നല്ല ഫ്രീഡവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അമ്മയുടെ ക്യാരക്ടർ ഇടക്കിടക്ക് മാറും. അമ്മയ്ക്ക് ചില സമയത്ത് ഡാൻസ് ആണ് ഇഷ്ടമെങ്കിൽ പിന്നെ കൊണ്ടുപോയി കുട്ടീനെ കരാട്ടയ്ക്ക് ചേർത്തു. പിന്നെ പറയുകയായിരുന്നു കളരിക്ക് ചേർക്കാൻ പോവാണെന്ന്. ഒരു 1 year 8 months ഒക്കെ കൂട്ടി പോകും അമ്മയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ അവർക്ക് അങ്ങോട്ട് പറ്റണില്ല. പറയും എനിക്ക് ഒട്ടും താല്പര്യമില്ല ആന്റി, എനിക്ക് അമ്മയോടൊന്ന് പറയുമോ,
എനിക്കും പറയാനായിട്ടൊരു ബുദ്ധിമുട്ടാണ്. കാരണം അവരെ ഞാൻ പറഞ്ഞു ആൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വിടണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതാണ് കുട്ടിയുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവന് എന്താണോ ഇഷ്ടമെന്ന് ഇന്ന് എല്ലാ പാരന്റ്സും അല്ല, ഒരുപാട് പാരന്റ്സും ശ്രദ്ധിക്കുന്നില്ല. നമ്മളുടെ ഇഷ്ടത്തിന് അവരങ്ങനെ സപ്പോർട്ട് ചെയ്യണം. It is important to liberate the child from his role of dependency. നമ്മളെപ്പോഴും ഉള്ളൊരു എന്താ പറയാ, നമ്മളെപ്പോഴും കുട്ടികളെ ഡിപ്പെൻഡ് ആയിട്ട് വളർത്താനാണോ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർത്താനാണോ ശ്രമിക്കേണ്ടത്? ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർത്താൻ. വീട്ടിൽ ചെയ്യാറുണ്ടോ? ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ തരാൻ പറയുമ്പോഴേക്കും ഇപ്പൊ എടുത്ത് കുടിക്കൂ എന്ന് പറയാറുണ്ടോ? പരമാവധി പറയാറുണ്ട് മിസ്സേ. ഞാൻ പറയാറുണ്ട്. അപ്പൊ എന്റെ അമ്മയും അച്ഛനൊക്കെ വഴക്ക് പറയും, ആ കുഞ്ഞു കുട്ടീനോടാണോ ഇങ്ങനെ പറയുന്നത്? അപ്പൊ ഞാൻ പറയും അവള് പോയി എടുത്ത് കുടിക്കും, ഇപ്പൊ കാണിച്ചു തരാം. അവള് പോയി എടുത്ത് കുടിക്കും. പക്ഷേ ഈ ഗ്രാൻഡ് പാരന്റ്സ് ഒരു ചെറിയ പ്രശ്നമാണ്. അവര് വളർത്തിയ രീതിയിലല്ല നമ്മൾ നമ്മുടെ പിള്ളേരെ വളർത്തുന്നത്. അപ്പൊ എന്നാലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ എന്റെ കുട്ടിയെ തല്ലിയിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ എന്റെ കുട്ടിക്ക് എല്ലാ കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്, എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നതൊക്കെ ചോദിച്ചു വരും. ഞാൻ മൈൻഡൊന്നും ചെയ്യാറില്ല. കാരണം ഒരുപാട് ഓവർ ഡിപ്പെൻഡൻസി, ഓവർ ആയിട്ടുള്ള അഫെക്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, നമ്മളത് ഡിസ്കസ് ചെയ്തൊരു ഇമോഷൻ ആയിരുന്നു. അഫെക്ഷൻ വേണ്ടെന്നല്ല നമ്മൾ പറയുന്നത്, ഓവർ ആവരുത്. ഓവറായിട്ട് വാത്സല്യം ഹാർംഫുൾ ആണ്. എന്തും അമൃതമായാൽ എന്താണ്? അധികമായാൽ അമൃതം വിഷം. അമൃതം എന്താണ് ഒരുപാടായി കേട്ടിട്ടുണ്ടെങ്കിൽ അത് വിഷാണ്. ഡിപ്പെൻഡൻസി ഓൺ അഡൽട്ട് if he is developed into true free independent person Montessori. നമ്മളെ കുട്ടി ഇൻഡിപെൻഡന്റ് ആയിട്ട് ആ ഒരു ഫ്രീഡവും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മാത്രമാണ് കുട്ടിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വളരാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ മാത്രമാണ് അവന്റെ വേൾഡ് അവന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എക്സ്പ്ലോർ ചെയ്താൽ മാത്രമാണ് അവനിൽ ഓരോ കാര്യങ്ങളും ഡെവലപ്പ് ആകുള്ളൂ. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ടെസ്റ്റില് മാത്രമാണ് വിചാരിക്കുന്നത്. ടെസ്റ്റിന്റെ പുറത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ആ സെന്റൻസുകളും കാര്യങ്ങളും വായിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടോ എന്നൊന്ന് നോക്കൂ. റീഡ് ചെയ്തിട്ട് പറയണം കേട്ടോ. എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ ടോപ്പിക്ക്? നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ആവുമ്പോഴേക്കും എനിക്കൊരു
ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ മരിയ മോണ്ടിസോറിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് പറ്റും. ഞാനപ്പോ ഈ ടോപ്പിക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീക്ക് ബാക്കിയുള്ള ടോപ്പിക് കണ്ടിന്യൂ ചെയ്യാം. കാരണം നെക്സ്റ്റ് ഒരു കണ്ടിന്യൂഷൻ ആണ്. സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോ സ്റ്റോപ്പ് ആകില്ല, പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോ എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഗൂഗിളൊക്കെ ഒന്ന് ചെയ്യില്ലേ, വെറുതെ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കില്ലേ ഫോൺ അല്ലെ, യൂട്യൂബിലോ റീൽസ് ഒക്കെ കണ്ടോണ്ടിരിക്കാറുണ്ടല്ലോ. ആ സമയത്ത് ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോ ഡോക്ടർ മരിയ മോണ്ടിസോറി. ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കുമ്പോ തന്നെ നമുക്ക് കുറെ പേര് ഡോക്ടർ മരിയ മോണ്ടിസോറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കുറെ കഥകളും കാര്യങ്ങളൊക്കെ വരും. ഒക്കെ ചുമ്മാ ഒന്ന് കണ്ടോ, നല്ലതാ. കുറച്ചുകൂടെ നമ്മൾ അടുത്തറിയുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായാലോ. ജിഷ മിസ് പറഞ്ഞ് ഞങ്ങൾക്ക് ഓൾറെഡി ഇഷ്ടമായിട്ടുണ്ട് മിസ്സേ. മിസ് ഇടയ്ക്ക് നമ്മൾ ക്ലാസ്സിൽ പറയാറുണ്ട് മോണ്ടിസോറി കുറിച്ചിട്ട്. അപ്പൊ നമുക്ക് കൂടുതൽ ഇങ്ങനെ അറിയാനൊരു ഇഷ്ടമൊക്കെ തോന്നും. പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആവും. എപ്പോഴും പറയും മോണ്ടിസോറി. മിസ് പറഞ്ഞ് കുറച്ച് പറയുമ്പോ ഏതെങ്കിലും വേർഡ്സിലുണ്ടാവും, അല്ലെങ്കിൽ പറഞ്ഞ് ആ ഒരു കാര്യത്തിലേക്ക് എത്തും. നല്ല രസമാണ് കേട്ടോണ്ടിരിക്കാൻ. ഓക്കെ, അപ്പോ എല്ലാവരും ഒന്ന് ചർച്ചയൊക്കെ ചെയ്തൊന്ന് നോക്കുക. നല്ല അടിപൊളി ഒരു സെമിനാർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ചുകൂടി മോണ്ടിസോറിനെ കുറിച്ച് ഡെപ്ത് ആയിട്ട് അറിയാനൊക്കെ പറയുന്നത്. ടൈം ആവുമ്പോൾ സെമിനാർ ടോപ്പിക് തരാം. ഓക്കെ, അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. എല്ലാ ദിവസവും പറയുന്ന അതേ ഡയലോഗാണ്. ക്ലാസ്സിൽ വന്നത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഈ ക്ലാസ് കഴിയാറായി. ഭയങ്കര വിഷമം കേട്ടോ, ക്ലാസ്സസ് വരാൻ സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നത്? Jana Misse, thank you for a beautiful class. Today we learn about Maria Montessori and her real life incidents. Thank you so much, my dear friends, and thank you, ma'am. Once again, thank you. All. Thank you, miss.